നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്. ഇന്ന് നമ്മൾ സോഷ്യോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ എന്നതിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം സാമാന്യബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പം തമ്മിൽ വേർതിരിച്ച് എഴുതുക. Differentiate common sense knowledge and sociological imagination. ഉത്തരം: സമൂഹശാസ്ത്ര സങ്കല്പം അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയ C.B. മിൽസ് അവതരിപ്പിച്ച ആശയമാണ് സമൂഹശാസ്ത്ര സങ്കല്പം. വ്യക്തിപരമായ പ്രശ്നവും സാമൂഹ്യ പ്രശ്നവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സമൂഹശാസ്ത്ര സങ്കല്പം. ഒരു കാര്യത്തെ സാമൂഹ്യപരമായി വീക്ഷിക്കാനുള്ള കഴിവിനെയാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്. സമൂഹശാസ്ത്രപരമായ ഭാവനയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് അയാൾക്ക് സമൂഹത്തിൽ മുന്നേറാൻ സാധിക്കുന്നത്. Concept of sociology is the concept presented by Mills, an American sociologist. The concept of sociology is how it relates to a personal problem and a social problem. The concept of sociology is the ability to view a thing socially. For a person with a sociological imagination, he is able to advance in society according to different circumstances. സാമാന്യബോധജ്ഞാനം. സാമാന്യബോധം ഒരു സാമൂഹിക വസ്തുവിനെക്കുറിച്ചുള്ള ശാസ്ത്രീയപരമായ അപഗ്രഥനം അല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ മൂലാധിഷ്ഠിത കാഴ്ചപ്പാടാണ്. സാമാന്യബോധം സ്വയം പ്രതിഫലനത്തിന് സാധ്യതയില്ല. സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിൽ സമൂഹശാസ്ത്രം ശാസ്ത്രീയപരമായ രീതികൾ ഉപയോഗിക്കുന്നു. സാമൂഹിക അറിവിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അടുത്ത ചോദ്യം: എന്താണ് സാമൂഹിക ഭൂപടവും സാമാന്യജ്ഞാന ഭൂപടം? ഭൂമിശാസ്ത്രപരമായ ഭൂപടം നിങ്ങളുടെ പ്രദേശത്തിന് സ്ഥാനവും സ്വഭാവമാണ് നിർണ്ണയിക്കുന്നത്. സാമൂഹ്യ ഭൂപട സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനമാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നത് സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ്. ഇതിനെയാണ് സാമാന്യബോധം എന്ന് പറയുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള നമ്മുടെ സാമാന്യബോധം നാം ഉൾപ്പെടുന്ന സാമൂഹ്യ വിഭാഗത്തിന്റെയും സാമൂഹ്യ കാഴ്ചപ്പാടാണ്. A geographic map determines the location and character of your area. The social map marks your place in society. The process of socialization that makes us aware of the world around us is called common sense. Our common sense of society is the social outlook of the social class to which we belong.